അബുൽ ആലിയ എന്ന് ചൊല്ലിക്കത്ത് ഒരാളോ അബുൽ ആലിയ ആ മഹാന്റെ ಬಗ್ಗೆ വിശദീകരിക്കുന്നത് പിന്നെ അനസ് റളിയല്ലാഹു അൻഹു നക്കൊരു ആപ്പിൾ തന്നു. അനസ് റളിയല്ലാഹു അൻഹു നക്കൊരു ആപ്പിൾ തന്നു. ആപ്പിൾ തന്നപ്പ എന്നിട്ട് അതിൽ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് അബുൽ ആലിയ ചൊല്ലാല് അതിലെ തൊട ഉസുറാക്കിയിട്ട് അതിലെ മുത്ത ഉസുറാക്കിയിട്ട് മുഖത്തുകൾ ഇങ്ങനെ പുറട്ട് ഉസുറാക്കി. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മുട്ട ഇയാൾ പോയപ്പ ഒരു ആപ്പിൾ കൊടുക്കട്ടെ കയ്യിൽ പിടിച്ചിട്ട് ആ ആപ്പിളിന്റെ ഇത് ഞാൻ ചൊന്ന പോലെ മനസ്സിലാക്കിയില്ലെങ്കിൽ അർത്ഥമേ ആവില്ല. ഇത് എന്തി പോ ആപ്പിളിന്റെ പിടിച്ചിരിക്കുന്ന തോന്നുന്നു. അപ്പോ അനസ് റളിയല്ലാഹു അൻഹു ആപ്പിൾ കൊടുത്തപ്പ അതിലെ കയ്യിൽ വെച്ചിട്ടാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ ചൊന്ന അബുൽ ആലിയയുടെ ಬಗ್ಗೆ ദഹബിയെ തദ്കിറത്തുൽ ഹുഫാദ് ചൊല്ല് സ്വഹാബത്തിൽ പിന്നെ ഖുർആൻ കൊണ്ടുള്ളെങ്കിൽ ഒരാൾ അബുൽ ആലിയയുടെ പോലെ വേറെ ആരില്ല. അയാളെ സ്വഭാവം ആ അബുൽ ആലിയയാണ് അനസ് റളിയല്ലാഹു അൻഹു ആപ്പിൾ കൊടുത്തപ്പ കയ്യിൽ വെച്ചിട്ട് അപ്പറയിപ്പറാക്കിയിട്ട് അതിനെ ചുംബിച്ചിട്ട് ആ മുഖത്തിൽ ഇങ്ങനെ പറട്ടിട്ട് അയാൾ ചൊന്ന പറക്കുന്നു. മറക്കണ്ട തുഫാഹത്തുൻ മസ്സത് കഫൻ മസ്സ കഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തുഫാഹത്തുൻ ഇതൊരു സാമാന്യ ആപ്പിൾ അല്ല. ഈ അന്നത്തെ ആപ്പിൾ എത്ര മണിക്കൂറല്ല കിട്ടൂ. ഈ ആപ്പിൾ നിങ്ങൾ കോട്ടി കൊടുത്തും കിട്ടാൽ എന്ത് കൊടുക്കുന്ന ഈ ആപ്പിൾ നേരത്തെ അങ്ങാട്ട് പറഞ്ഞ സാമാന്യ ആപ്പിൾ ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പ അതൊരു കൈയുടെ സ്പർശിച്ചിട്ട് ഏത് കൈ ഈ കൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈയുടെ തൊട്ടു അഥവാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തന്റെ സഹാബിയായ ഖാദിമായ മഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ടെങ്കിത്ത കൈയാണ്. എന്നിട്ട് ഈ കൈക്കാണ് ആപ്പിൾ വന്നിട്ടുകൊണ്ട് എങ്കിൽ ഈ ആപ്പിളും അത്ര മഹത്വം ഉണ്ടുകൊണ്ട് ദഹബി അടക്കം ചൊന്ന ഖുർആൻ അത്ര കൊണ്ടുള്ള ഒരാൾ സ്വഹാബത്തിൽ പിന്നെ വേറെ ഇല്ല ചൊല്ല് സയ്യിദുനാ അബുൽ ആലിയ റളിയല്ലാഹു അൻഹു ആണ് തുഫാഹത്തുൻ മസ്സത് കഫൻ മസ്സ കഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈ തൊട്ടെങ്കത്തെ ആപ്പിൾ ആണിത്. അതുകൊണ്ട് ഈ ആപ്പിളിനെ ഞാൻ ചുംബിച്ചുകൊണ്ടുള്ള സയ്യിദുനാ അബുൽ ആലിയ റളിയല്ലാഹു അൻഹു